മാതാപിതാക്കൾ തങ്ങളുടെ സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പക്ഷേ മക്കൾക്കത് വിതരണം ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് പിടുത്തം പിടിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. ഇത്തരം കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 26 വയസ്സായി, അച്ഛനും അമ്മയും വേർപിരിഞ്ഞാണ് കഴിയുന്നത്. ഞങ്ങൾ 2 മക്കളാണ്. പെങ്ങളെ കെട്ടിച്ചയച്ചു. പക്ഷേ അച്ഛന് 70 സെൻറ്റ് വസ്തു അച്ഛൻ കൊടുത്ത പരമ്പരാഗതമായ സ്വത്തുണ്ട്. പിന്നെ അച്ഛൻ തന്നെ വാങ്ങിയ 30 സെൻറ്റ് വസ്തുവൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ മക്കൾക്കൊന്നും തരില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ പരമ്പരാഗതമായ അച്ഛൻ കൂടെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഔട്ട് ഓഫ് കോർട്ടിൻ്റെ സ്വത്ത് സംബന്ധമായിട്ടുള്ള എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. Out of Court, the Legal Counseling Center Cochin. Legal awareness make you more power. വളരെ സങ്കടപൂർവ്വം പറയട്ടെ, 27 വയസ്സുള്ള ചെറുപ്പക്കാര ഒന്നും നടക്കുകയില്ല. കാരണം അച്ഛന് പരമ്പരാഗതമായി കിട്ടിയ സ്വത്തായാലും അച്ഛൻ സ്വയം ആർജിതമായ സ്വത്തായാലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. വേണേൽ അത് വിറ്റ് തുലയ്ക്കാം, അല്ലെങ്കിൽ അച്ഛനത് അടുത്ത ആൾക്കാർക്ക് എഴുതി കൊടുക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അച്ഛനത് മറ്റാർക്കും എഴുതി കൊടുക്കാതെ അച്ഛൻ മരിച്ച ശേഷമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അവകാശം നിങ്ങൾ 2 മക്കൾക്കും വന്നു തരും. പറ്റുമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 1975 മുമ്പ് വരെ പറ്റുമായിരുന്നു. അന്ന് ഈ കേരള ഹിന്ദു ജോയിൻറ്റ് ഫാമിലി അബോളിഷൻ ആക്ട് വരുന്നതിന് മുമ്പ് വരെ അത്തരത്തിൽ അൺഡിവൈഡായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടികൾ തൻ്റെ അനന്തരാവകാശികളിലൂടെ അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ ആ നിയമം വന്നതോടുകൂടി തന്നെ അതിൻ്റെ കാലമൊക്കെ പോയി. ഇപ്പോൾ മക്കൾക്ക് അച്ഛൻ ജീവിച്ചിരിക്കെ അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാണ്ട് നിങ്ങളെന്നെ ജനിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തോക്കുഞ്ഞു കൊണ്ടിച്ചൊന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ ഈ ചില ഫാമിലി കോടതികളിലൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ മെയിൻ്റനൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പണം മേടിക്കാം. അല്ലാണ്ട് പ്രായപൂർത്തിയായ 27 വയസ്സായ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അച്ഛന് സ്നേഹമുണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ തരും എന്നല്ലാണ്ട് ഇതിൻ്റെ പേരിൽ കോടതിയിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അച്ഛൻ്റെ ഇഷ്ടമാണത്. അച്ഛൻ ജീവിച്ചിരിക്കെ അച്ഛനത് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം, വിൽക്കാം, അർമാദിക്കാം, എന്ത് പേരിലും ചെയ്യാം. അത് ഈ ഒരു ഹിന്ദുവിന് മാത്രമല്ല, മറ്റ് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഇതൊക്കെ തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വത്ത് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ അവരുടെ മരണശേഷം അതിന് പ്രത്യേകിച്ച് വില്ലോ മറ്റൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പരമ്പരാഗതമായിട്ടോ ഇൻഡസ്റ്റേറ്റ് സ്വത്തായിട്ട് മാറുകയും നിങ്ങൾ ആരൊക്കെയാണോ അവകാശികൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കളുടെ സ്വത്തും കണ്ട് വെറുതെ കിനാവ് കണ്ടിരിക്കേണ്ട, പോയി പണിയെടുത്തോ, സ്വന്തമായിട്ട് സമ്പാദിക്കുക, എന്നിട്ട് മക്കളോട് ഇത് തന്നെ കാണിക്കുക. Out of Court, the Legal Counseling Center Cochin. Legal awareness make you more power.